മാർച്ച് 8 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ യോഹന്നാൻ 17:9-19. സമ്മിശ്രമായ വികാരങ്ങളോടെയാണ് യേശു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മനസ്സിന്റെ ഭാരം വാക്കുകളിൽ തൂങ്ങി നിൽക്കുന്നു. യേശു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്റെ ശ്രേഷ്ഠ ശിഷ്യർക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവശ്യം ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ച്. ക്രിസ്തുവിലും അവന്റെ ദർശനങ്ങളിലും നിയോഗങ്ങളിലും വൈവിധ്യമോ ഇല്ല. വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കപ്പെടണം. യേശു ഭിന്നതയുടെ അടിസ്ഥാനമാകുന്നത് എതിർസാക്ഷ്യമാണ്. യേശുവിൻ്റെ ആനന്ദത്തിൻ്റെ കാരണം പിതാവുമായുള്ള ഐക്യത്തിൻ്റെ നിറവാണ്. ഈ ഐക്യത്തിലേക്ക് സഭാമക്കൾ ഉയർന്നാലേ സ്വർഗീയമായ ആനന്ദലഹരി നുകരാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജീവിതമാകണം ക്രൈസ്തവ ജീവിതം. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറി വരുന്നത്. ലോകത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല, ലോകത്തെ നേരിടുകയാണ് വേണ്ടത്. നമ്മിലെ ലോക താല്പര്യങ്ങളെ പരാജയപ്പെടുത്താൻ പോന്ന ദൈവിക ചൈതന്യത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.